ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി ഏർപ്പെടുത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം മുൻ സ്പീക്കറും മന്ത്രിയും എംപിയുമായിരുന്ന VM സുധീരന് നൽകും. വേലായുധ പണിക്കരുടെ 152ാമത് രക്തസാക്ഷി ദിനമായ 7-ന് കായംകുളം എരുവ കുറ്റിത്തറയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് K. സുകുമാരൻ പുരസ്കാരം സമ്മാനിക്കും. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി ഏർപ്പെടുത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ VM സുധീരന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും സമത്വത്തിനും അനാചാരങ്ങൾക്കും അസമത്വത്തിനുമെതിരെ പോരാടിയ ധീരയോദ്ധാവാണ്. 152ാമത് രക്തസാക്ഷിത്വ ദിനമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കുടുംബമായ കായംകുളം എരുവ കുറ്റിത്തറയിൽ വെച്ച് നടത്തപ്പെടുന്നത്. അന്നേ ദിവസം VM സുധീരന് കേരള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ആദർശനിഷ്ഠ പുലർത്തി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം KSUവിലായിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ്സിലായിരുന്നപ്പോഴും സാമൂഹിക രംഗത്തും അദ്ദേഹം നിയമസഭയിലായിരുന്നപ്പോഴും സ്പീക്കർ എന്ന നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും MP എന്ന നിലയിലും അദ്ദേഹം എടുത്തിട്ടുള്ള ശക്തമായ നിലപാട്, അതിനെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുവാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി തീരുമാനിച്ചു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ഈ വർഷത്തെ അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ആ പുരസ്കാരം കൊടുക്കുന്നത് തന്നെ മുൻ ജസ്റ്റിസ് K. സുകുമാരൻ ആണ്. ആ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മുടെ MLA, കായംകുളം മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് വന്നിരിക്കുന്ന ശരത് ലാൽ ബെല്ലാരി, അതുപോലെ പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV പ്രശാന്ത് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ മുൻ മഠാധിപതിയും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വിശുദ്ധാനന്ദ സ്വാമികളാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ വിപത്താണ് ജാതി മത സ്പർദ്ധയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. ജാതി ഉപജാതി ചിന്തകൾ വർദ്ധിച്ചു വരികയാണ്. വിദ്യാസമ്പന്നരടക്കം ഇത് വളരെ രൂഢാമൂലമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിപത്ത് ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടക്കമുള്ള ചട്ടമ്പി സ്വാമികൾ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയിട്ടുള്ള നിരവധി സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ ആശയങ്ങൾക്കും പ്രവൃത്തികൾക്കും ഇന്ന് പ്രസക്തി ഏറിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സന്ദേശം പ്രചരിപ്പിക്കുക, നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദവും മതജാതി സ്പർദ്ധയെ ഒഴിവാക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനവും അതിനോടനുബന്ധിച്ച് ചില സഹായങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ചെയ്യുക എന്നുള്ളതാണ് ഈ സമിതിയുടെ പ്രവർത്തനമായിട്ട് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ലോകം കണ്ട വിപ്ലവകാരികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം വിജയകരമായി വിജയിപ്പിച്ച മാന്യ വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജന്മിത്തം കൊടികുത്തി വാഴുന്ന ആ സമയത്താണ് അദ്ദേഹം ഇത് വിജയിപ്പിച്ചെന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം എത്രമാത്രമായിരിക്കും എന്ന് നമുക്ക് അറിയാവുന്നതാണ്. 11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വേലായുധ പണിക്കരുടെ 152ാമത് രക്തസാക്ഷിത്വ ദിനമായ 7-ന് കായംകുളം എരുവ കുറ്റിത്തറയിൽ നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് K. സുകുമാരൻ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര ജേതാവിനുള്ള പ്രശസ്തി പത്ര അവതരണം അഡ്വക്കേറ്റ് V. ബോബൻ നിർവഹിക്കും. അഡ്വക്കേറ്റ് പ്രതിഭ MLA, കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV പ്രശാന്ത് തുടങ്ങിയവർ സംസാരിക്കും. സ്വാമി വിശുദ്ധാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും. നവോത്ഥാന സമിതി ഭാരവാഹികളായ R. രാജേന്ദ്രൻ, A. പ്രസന്നകുമാർ, സന്തോഷം വല്യത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ജനറൽ സെക്രട്ടറി P. ശിവൻകുട്ടി സ്വാഗതവും നവോത്ഥാന സമിതി ട്രഷറർ അഡ്വക്കേറ്റ് രജ്ജു B. ചന്ദ്രൻ കൃതജ്ഞതയും പറയും. പ്രസിഡന്റ് സുനിൽകുമാർ, VM അമ്പിളിമോൻ, മോഹനൻ പിള്ള, N. ശ്രീകുമാർ പുന്നൂർ മഠം, രാധാകൃഷ്ണൻ പത്മ, ശശി തുണ്ടിൽത്തറയിൽ എന്നിവർ സ്മരണാഞ്ജലി അർപ്പിക്കും. വേലായുധ പണിക്കരുടെ ഐതിഹാസികമായ അച്ചിപ്പുടവ സമരത്തെ സ്മരിച്ചുകൊണ്ട് നിരവധി പേർക്ക് ചടങ്ങിൽ വസ്ത്രവിതരണം നടത്തും. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി ചീഫ് കോർഡിനേറ്റർ ജയകുമാർ കോട്ടാൽ
വിളംബര സന്ദേശം നൽകും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബോബൻ, വിനോദ് വാരണപ്പള്ളി, ശിവൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.